ഞങ്ങൾ അല്ല, അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും. അത് പിന്നെ KPCC പ്രസിഡന്റ് തന്നെ അതിന്റെ ക്ലാരിഫിക്കേഷൻ തുടർന്ന് ഉടനെ തരുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രതികരണത്തിന്റെ പേരിൽ ഒരു വിവാദത്തിന്റെയും കാര്യമില്ല. അദ്ദേഹം എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്നറിയില്ല. ഏതായാലും UDFന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ ഉന്നയിച്ചിട്ടുണ്ട്. കോട്ടയം സീറ്റിൽ പാർട്ടിയുടെ ക്ലെയിം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. UDFന്റെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെ കോൺഗ്രസ് UDF കൺവീനർ MM ഹാസൻ അടക്കം ഇവരെല്ലാം ആശയവിനിമയം നടത്തി കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ 14-ാം തീയതിയോടെ പൂർത്തിയാവും. അപ്പൊ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. സീറ്റ് വിഭജന ചർച്ച 14-ാം തീയതിയാണ് പൂർത്തിയാകാൻ പോകുന്നത്. 14-ാം തീയതി UDFന്റെ ഫൈനൽ യോഗം ചേർന്ന് സീറ്റുകൾ 20 സീറ്റുകൾ ആർക്കൊക്കെയാണ്, കോൺഗ്രസിന് ഏത്, മുസ്ലിം ലീഗിന് ഏത്, കേരള കോൺഗ്രസിന് ഏത്, RSPക്ക് ഏത്, ഇത് വ്യക്തമായി UDF ധാരണയാക്കി 14-ാം തീയതി പ്രഖ്യാപിക്കും. അതോടെ വിഷയം അവസാനിക്കും. ഇതുവരെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ കാര്യം കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയിൽ വരാത്തൊരു കാര്യം ഇനി നമുക്ക് പുറത്തിറക്ക് ഔട്ട്സൈഡ് ചർച്ച ചെയ്യുന്നതിൽ എന്താ കാര്യം ഇരിക്കുന്നത്? ഒരു പ്രസക്തിയില്ല. ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകാരം കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും തമ്മിൽ ഞങ്ങളുടെ പരസ്പരമുള്ള ആവശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ കേരള കോൺഗ്രസ് അതിൽ തൃപ്തരാണ്. പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം തിരുവനന്തപുരത്ത് ചേർന്ന് UDF ചർച്ചയെ തുടർന്നാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PJ ജോസഫ് സാർ ഇപ്പോൾ പാർട്ടി നേതാക്കളോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ സമന്വയത്തോടെ UDFന് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് പ്രഖ്യാപിക്കും. അത് 14-ാം തീയതിയിലെ UDF ചർച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. അല്ല, അങ്ങനെ പ്രശ്നം ഉദിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പ്രശ്നം ഉദിച്ചിട്ടില്ല. അങ്ങനെ കാര്യം കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസ് അങ്ങനെ പ്രപ്പോസൽ വെച്ചിട്ടുമില്ല. കോട്ടയം സീറ്റിന്റെ ക്ലെയിമാണ് കേരള കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസ് നേതൃത്വവും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഫൈനലൈസ് ചെയ്യാന്നുള്ളതാണ്. അത് കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, UDFലെ 20 സീറ്റിന്റെയും കാര്യത്തിൽ ഫൈനലൈസ് ചെയ്യുന്നത് 14-ാം തീയതിയിലെ UDF ചർച്ചയ്ക്ക് ശേഷമാണ്. 14-ാം തീയതിയിലെ UDF ചർച്ചയോടുകൂടി ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. സീറ്റുകൾ സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകും. അല്ല, KPCC പ്രസിഡന്റ് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും. അതെന്താണെന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസ് പാർട്ടി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. അത് 14-ാം തീയതിയിലെ UDF ചർച്ചയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും എന്താണ് UDFന്റെ സീറ്റ് വിഭജന ചർച്ചയുടെ സാഹചര്യങ്ങൾ. അത് വ്യക്തമാകും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കേരള കോൺഗ്രസ് അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഒരു ആശയക്കുഴപ്പത്തിനും ഇപ്പോൾ ഇടപെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോട്ടയം ഉൾപ്പെടെ കേരളത്തിലെ 20 സീറ്റും UDF ജയിക്കുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക അജണ്ട. അതിനുവേണ്ടി കേരള കോൺഗ്രസ് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ജോസഫ് പക്കത്തിന് വിജയസാധ്യത ഇല്ല എന്ന് KPCC അധ്യക്ഷനോ കോൺഗ്രസ് നേതൃത്വമോ വിലയിരുത്തിയിട്ടുണ്ടാകും. 100% ഇത് കോട്ടയത്ത് ജോസഫ് വിഭാഗം എന്നുള്ളതല്ലോ, UDF ജയിക്കുക എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം UDF വിജയിച്ചത് കേരള കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. അതിനുശേഷം നടന്ന ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതിനു ശേഷം നടന്ന പാലാ തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചത്? UDF ആണ്. കടുത്തുരുത്തിയിൽ ആരാണ് ജയിച്ചത്? UDF ആണ്. അപ്പൊ ജോസ് കെ മാണി വിട്ടുപോയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന വ്യക്തതയോടെ കണ്ടിട്ടുണ്ട്. UDF ജയിക്കുന്നതാണ്. കോട്ടയത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കും. UDF ജയിക്കും. ഒരു സംശയമില്ല. ഓക്കെ, താങ്ക് യു.